പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്തു. പ്രാർത്ഥനാ ധ്വനിയുടെ ഇന്റർനാഷണൽ കൺവെൻഷന്റെ അവസാന ദിനം നിങ്ങളോട് ദൈവവചനം പങ്കുവെക്കുവാൻ എനിക്ക് അവസരം തന്ന, എൻ്റെ ആയുസ് നീട്ടിത്തന്ന, ഇന്ന് രാത്രിയിലും നിങ്ങളോട് വചനം സംസാരിക്കാൻ എനിക്ക് ശക്തി നൽകുന്ന, അധികാരം നൽകുന്ന, അഭിഷേകം നൽകുന്ന എൻ്റെ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇതിനവസരമൊരുക്കിയ ഇന്റർനാഷണൽ ലീഡർഷിപ്പ് വഹിക്കുന്ന പ്രിയപ്പെട്ട ബെൻസൺ ഡാനിയൽ അവരുകളോടും അവരുടെ കുടുംബത്തോടും, വിശേഷാൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രിയങ്കരനായ പാസ്റ്റർ സാം തോമസ് അവരുകളോടും, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത പങ്കാളികളായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയംഗമായി നന്ദിയും യേശു കർത്താവിൻ്റെ മധുരമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ 2 രാത്രിയിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൺവെൻഷനിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കി. ഇന്ന് രാത്രി നിങ്ങളോട് ദൈവവചനം പങ്കുവെക്കാൻ കർത്താവ് നൽകുന്ന ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യണം. അനേകര് പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വിശാലമായി വാചാലമായി പ്രസംഗിക്കും. പ്രാർത്ഥനയുടെ സെമിനാറുകൾ പലരും നടത്തും, സെമിനാറുകൾ ഓർഗനൈസ് ചെയ്യും. എന്നാൽ ദൈവസേനയിൽ ഓർഗനൈസ് ചെയ്ത് കണ്ണുനീരോടെ ജനത്തിനു വേണ്ടി, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സഹകാരികൾ വളരെ കുറവാണ്. എങ്കിലും പ്രാർത്ഥനാധ്വനിയുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മരണത്തോടെ മല്ലടിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ ടെമ്പിൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ഞാൻ കിടക്കുമ്പോൾ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞുവെന്ന് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അനേക ദൈവമക്കളിൽ പ്രാർത്ഥനാധ്വനിയിലുള്ള പ്രിയപ്പെട്ടവരും പങ്കാളികളായിരുന്നു എന്നെനിക്കറിയാം. അവരോട് ആദ്യമേ തന്നെ എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ് എന്ന് രുചിച്ചറിഞ്ഞവരാണ് ഇന്ന് പകൽ രാത്രി എൻ്റെ വചനം കേൾക്കുന്നത് എന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മളെയൊക്കെ പ്രാർത്ഥനയിൽ വളരെ ശക്തമായി മുന്നേറുവാൻ ഇൻസെൻറ്റീവ് നൽകുന്ന ഒരു വാക്യത്തിലേക്കാണ് ഞാൻ ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ നമുക്ക് ധൈര്യം നൽകുന്ന, പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാൻ നമ്മെ ഒത്തിരി പ്രേരിപ്പിക്കുന്ന, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് ഇടപെടുന്ന മനോഹരമായ ഒരു വാക്യം എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളിലേക്ക് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. എഫേസ്യ ലേഖനം 3:20-21. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഒരിക്കൽ കൂടെ വായിക്കുന്നു. ആരെയോ വായിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
വായിക്കാൻ കഴിയുമെങ്കിൽ പെട്ടെന്ന് ഒരിക്കൽ കൂടെ വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം ചോദിക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ, നാം സ്വപ്നം കാണുന്നതിനേക്കാൾ, നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം, കഴിവുള്ള ഒരു ദൈവം. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ അതേ കഴിവ് എത്ര ഭയങ്കരമാണ്, എത്ര ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ, സഹോദരിമാര് സാധനം വാങ്ങിക്കാൻ സ്റ്റോറുകളിലേക്ക് പോയി ലിസ്റ്റുമായി പോയി വാങ്ങി ഓരോന്നോരോന്ന് തിരഞ്ഞെടുക്കുന്നത് പോലെ നമ്മളൊരു ലിസ്റ്റുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് അതെല്ലാം കർത്താവ് കേട്ടിട്ട് നമുക്ക് സാങ്ഷനാക്കി തരണം, കർത്താവ് ആമേൻ പറയണം എന്ന ചിന്തയിലാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നമ്മളെ ഇറക്കി വെക്കുകയാണ്. അത് അല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതെല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ ബി ഡൺ. എൻ്റെ ആഗ്രഹങ്ങളല്ല, അങ്ങയുടെ ആഗ്രഹങ്ങൾ, സ്വർഗീയ താല്പര്യങ്ങൾ എന്നിൽ നിറവേറപ്പെടണം എന്ന് പറഞ്ഞ് നമ്മെ സമർപ്പിക്കുന്ന ഒരനുഭവം കൂടെയാണ് പ്രാർത്ഥന എന്ന് നാം മറക്കരുത്. അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ ആ തണുത്ത പാറയിൽ മുട്ടുകുത്തിക്കൊണ്ട് സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എഫേസ്യ സഭയ്ക്ക് വേണ്ടി, ഫിലിപ്പ്യ സഭയ്ക്ക് വേണ്ടി, കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച 4 പ്രാർത്ഥനകൾ നമുക്ക് പ്രസന്റ് എപ്പിസ്റ്റൽസിൽ വായിക്കാൻ കഴിയും. ആ പ്രാർത്ഥനകളൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ ഭൗതികമായി യാതൊന്നിനെ കുറിച്ചും ഒരു വാക്ക് പോലും, ഒരപേക്ഷ പോലും ആ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ വ്യക്തിപരമായ ഒരു താല്പര്യങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ സ്ഥാനമില്ല. ആ പ്രാർത്ഥന നാം പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഓരോ ദൈവ പൈതലിനെ കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിന് ചില താല്പര്യങ്ങളുണ്ട്, ചില സ്വപ്നങ്ങളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ, സ്വർഗീയ താല്പര്യങ്ങൾ നമ്മിൽ നിവർത്തിക്കപ്പെടണം എന്നാണ് ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ഒന്നാമത്തെ പ്രാർത്ഥന നാം കാണുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ നാം മനസ്സിലാക്കുന്നത് നാം എന്തറിഞ്ഞിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, നാം പ്രാർത്ഥിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം ആരാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ പ്രാർത്ഥന തുടങ്ങുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ
നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാതനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള പിതാവായ ദൈവം നാം ആരാധിക്കുന്നത്, നാം ആശ്രയിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് അങ്ങ് ദൂരെ സ്വർഗത്തിലിരുന്നിട്ട് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുവനല്ല. അവൻ നമ്മുടെ പിതാവാണ്. ക്രിസ്തുവിലൂടെ അവൻ നമ്മെ അവന്റെ മക്കളാക്കി, അവന്റെ സന്തതിയാക്കി ദത്തെടുത്തത് കൊണ്ട്, പുതുജനനത്തിലേക്ക് നയിച്ചത് കൊണ്ട് നാം അന്യരല്ല, നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വർഗസ്ഥ പിതാവിനോടാണ് എന്ന അറിവോടുകൂടെയാണ് നാം പ്രാർത്ഥിക്കാൻ വരുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള പിതാവായ ദൈവം തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്താ അറിയാവുന്നേ? അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ നിത്യനാണ്. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അപ്പച്ചന്റെ അടുക്കൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തു വരുന്ന ഒരു ബന്ധമാണ് പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള പിതാവായ ദൈവം തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ ആത്മാവിനെ, വെളിപ്പാടിന്റെ ആത്മാവിനെ നമുക്ക് തരണം. അത് തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കപ്പെടും. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുമ്പോൾ നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന്, വിജയകരമായ ജീവിതത്തിന് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, അവന്റെ വിളിയാൽ ഉള്ള ആശ ഇന്നത് എന്ന് നാം അറിയണം. നമ്മെ വിളിച്ചപ്പോഴ് ഉലക സ്ഥാപനത്തിന് മുൻപേ നമ്മെ കണ്ട്, നമ്മെ തെരഞ്ഞെടുത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ ദൈവവുമായിട്ടുള്ള ഇടപാടിന്റെ നടുവിൽ നമ്മെ വിളിച്ചു വേർതിരിച്ചപ്പോഴ് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ഒരു വലിയ ഉദ്ദേശം. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, എന്താണ് നമ്മുടെ വിളിയുടെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോകും. വിളിയുടെ ആശയം എന്താണെന്ന് അറിയണമെങ്കിൽ നാം മുന്നോട്ട് നോക്കണം, മുമ്പോട്ട് നോക്കണം. അബ്രഹാമിനെ വിളിച്ചപ്പോഴ് ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് വിളിച്ചത്. മോശയെ വിളിച്ചപ്പോഴ് ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് വിളിച്ചത്. നമ്മെ വിളിച്ചപ്പോൾ ദൈവത്തിന് ഒരു ഭയങ്കര ലക്ഷ്യമുണ്ട്. അത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രാർത്ഥനയിൽ അതാണ് നാം ആദ്യം ഗ്രഹിക്കേണ്ടത്. ദൈവം എന്തിനായി എന്നെ വിളിച്ച്? ആ വിളിയുടെ ഉദ്ദേശം എന്നിൽ നിവർത്തിക്കപ്പെടണം എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. വിളിയുടെ ആശയിനതെന്ന് നാം അറിയണം. രണ്ട്, വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാതനം ഇന്നത് എന്ന് നാം അറിയണം. സ്തോത്രം. ദൈവം നമ്മുടെ നിക്ഷേപമാണെന്ന്, ദൈവം നമ്മുടെ സ്വന്തമാണെന്ന്, എൻ്റെ അവകാശത്തിൻ്റെയും ആമേൻ പാനപാത്രം, എൻ്റെ ഓഹരി അവനാണെന്ന് ഏത് ദൈവവൈതലും പറയാൻ കഴിയും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതല്ല. ദൈവം നമ്മുടെ അവകാശം എന്നല്ല, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാതനം.
നാം അവന്റെ നിക്ഷേപമാണ്, നാം അവന്റെ അവകാശമാണ്. ദൈവം നമ്മെ വീണ്ടെടുക്കുമ്പോൾ കൊച്ചു വില കൊടുത്തൊന്നും അല്ല നമ്മുടെ റാൻസം പ്രൈസ് കൊടുത്തത്. ദൈവം നമ്മെ വീണ്ടെടുത്തത് വെള്ളി, പൊന്ന് മുതലായി അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്ത നമ്മെ വീണ്ടെടുത്തത്. എന്തിനാ വീണ്ടെടുത്തത്? എങ്ങനെയാ വീണ്ടെടുത്തത്? കർത്താവ് ഒരു മനോഹരമായ ഉപമ പറഞ്ഞു. നീതിമാനായ ഒരു മനുഷ്യൻ വയലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ നിക്ഷേപം, ഒരു വലിയ മുത്ത് അവൻ ആ വയലിൽ കണ്ടു. സാധാരണ നിലയിൽ ആരെങ്കിലും അത് കണ്ടാൽ എടുത്ത് മറച്ച് സ്വന്തമാക്കി കൊണ്ടുപോകും. എന്നാൽ ഇവൻ നീതിമാനാണ്. നീതിമാനായവൻ നീതിയായ മാർഗത്തിൽ കൂടെ മാത്രമേ എന്തിനെയെങ്കിലും സ്വന്തമാക്കൂ. ആകയാൽ അവനത് മറച്ചു വച്ചിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റു. എന്നിട്ട് ഈ വയല് വാങ്ങി. വയല് ലോകമാണ്. സ്തോത്രം. വയലിനോട് വീടിനോട് വീടും വയലിനോട് വയലും കൂട്ടാൻ വാങ്ങിയതല്ലിത്. വയലല്ല അവന്റെ ലക്ഷ്യം. ഈ വയലിൽ ഒരു നിക്ഷേപം അവൻ കണ്ടു, ഒരു വിലയേറിയ മുത്തവൻ കണ്ടു. അതുകൊണ്ട് തനിക്കുള്ളതെല്ലാം വിറ്റു. തന്റെ ഓമന പുത്രനെ മോദമഴും തിരുമാർവിൽ ഉല്ലാസമായി ചേർന്നിരുന്ന ഓമനകുമാരനെ അവൻ കാൽവരിയിൽ കൈവെടിഞ്ഞു. എന്തിന്? എന്നെയും നിന്നെയും അവന്റെ മുത്താക്കി മാറ്റാൻ. മലാക്കി പ്രവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ കഴുത്തിലെ സ്വർണ്ണ സരപ്പളിയാക്കുവാൻ. തന്റെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആ ദിവസത്തിനെ നോക്കിക്കൊണ്ട് നാം അവന്റെ നിക്ഷേപമാണ്. നാം സാധാരണക്കാരല്ല. നാം അത്യുന്നതനായ ദൈവത്തിന്റെ സ്വന്തമാണ്. അവന്റെ നിക്ഷേപമാണ്. അവന്റെ സ്വർണ്ണ സരപ്പള്ളിയാണ്. അതെ, വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാധനം, കൃപയുടെ അത്യന്ത ധനമാണ് നാം. വരും കാലങ്ങളിൽ നമ്മുടെ മറ നീക്കി നമ്മെ പ്രദർശിപ്പിക്കും. ദൈവപൈതലിനെ ദൈവപൈതലായിട്ട്, വിശുദ്ധനെ വിശുദ്ധനായിട്ട് ലോകം കാണുന്ന ഒരു ദിവസമുണ്ട്. നമ്മെ മറന്നേക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് ദൂതന്മാർ വിളിച്ചു ചോദിക്കുന്നത്, ഓ, സൂര്യനെ പോലെ നിർമ്മലതയും ചന്ദ്രനെ പോലെ ശോഭയും അരുണോദയം പോലെ മനോഹാരിതയും കൊടികളോടുകൂടിയ സൈന്യത്തെ പോലെ ഭയങ്കരത്വവും ഉള്ളോൾ ഇവൾ ആര്? അത്യുന്നതന്റെ നിക്ഷേപം, അത്യുന്നതന്റെ പ്രത്യേക ധനം. അതാണ് നാം ഓരോരുത്തരും. അത് മനസ്സിലാക്കി വേണം നാം പ്രാർത്ഥിക്കാൻ, നാം പ്രവർത്തിക്കാൻ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള പിതാവായ ദൈവം തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നമുക്ക് തന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ചാൽ നമുക്കറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അനുഭവിച്ചറിയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അവന്റെ വിളിയുടെ ആശയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിൻ്റെ അളവറ്റ വലിപ്പം നാം അനുഭവിച്ചറിയണം. സ്തോത്രം. പ്രാർത്ഥന ആ ശക്തിയിലേക്ക് നമ്മെ നയിക്കും. ആ ശക്തിയുടെ ആഴങ്ങളിലേക്ക് നമ്മെ ഇറക്കാനുള്ള മാർഗമാണ് പ്രാർത്ഥന. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ, വാട്ട് വി ഷുഡ് ഹാവ്, ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെയാ വേണ്ടിയത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പം കർത്താവേ തരണേ 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 ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. നിശ്ചയമായും ചോദിക്കണം. കർത്താവ് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. യു ഹാവ് നോട്ട് ബിക്കോസ് യു ആസ്ക് നോട്ട്. നിങ്ങൾക്കില്ലാത്തത് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ്. നിശ്ചയമായും
നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ സഹോദരവർഗങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നാം അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം എൻ്റെ ആയുസ്സിനെ നീട്ടി തന്നിട്ട് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത്. അങ്ങനെ അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ കാണുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥന ആവശ്യമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ആവിധ ആവശ്യങ്ങൾ ജാതികൾ ചോദിക്കുന്നു, എന്നാൽ നിങ്ങൾക്കോ ഇതൊക്കെ വേണമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന് അറിയാം. നമുക്ക് എന്താ വേണ്ടിയതെന്ന് ദൈവത്തിനറിയാം. സകല കൃപാലുവായ ദൈവം തത്സമയത്ത് ആവശ്യമായ കൃപ നമ്മുടെ മേൽ ചൊരിയാൻ സന്നദ്ധനാണ്. കൃപാസനത്തിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം ചിന്തിക്കാത്തത്, നാം ചോദിക്കാത്തത്, നാം സ്വപ്നം കാണാത്തത് എത്രയോ നന്മകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞില്ലേ, ദൈവം തന്നില്ലേ? എന്നാൽ ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കൂ. നമുക്ക് എന്തോ വേണമെന്ന് നമ്മുടെ സ്വർഗസ്ഥ പിതാവിന് അറിയാം. അത് നമുക്ക് വേണം. അതാണ് നമുക്ക് വേണ്ടത്. എന്താണ് നമ്മൾ അവിടെ വായിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കൂ. 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെ വാക്യങ്ങൾ. സഹോദരി പെട്ടെന്ന് വായിക്കൂ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് സിസ്റ്റർ നിർത്തി വായിക്കണേ. That he may grant you according to the riches of his glory. തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം. എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? ഹെവൻലി ബാങ്കിൽ, HSBയിലല്ല, മറ്റേ അമേരിക്കൻ ബാങ്കിലല്ല, ഫെഡറൽ ബാങ്കിലല്ല, സ്വർഗീയ ബാങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. അതിനൊത്തവണ്ണം അവൻ നിനക്ക് തരുന്നത്. He grants you according to the riches of his glory. സ്വർഗത്തിൽ തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം നിനക്ക് തരാൻ. When he gives according to his dignity, not according to your need. നിന്റെ ആവശ്യം നോക്കി അരിത്തിച്ചൊന്നും അല്ല ദൈവം തരുന്നേ. അവൻ തന്റെ മഹത്വത്തിനൊത്തവണ്ണം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യമൊക്കെയും തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം തരുമെന്നാ പറഞ്ഞേക്കുന്നേ. നമുക്കൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്വർഗത്തിലുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പം ഭിക്ഷയാചിക്കാൻ വരുന്നവരല്ല. നിശ്ചയമായും താഴ്മയോടെ, വിനയത്തോടെ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മൾ വരുന്നത് നമ്മുടെ അപ്പന്റെ അടുക്കൽ ആവശ്യബോധത്തോട് മാത്രമല്ല, അവകാശത്തോടെ, ധൈര്യത്തോടെ, അവൻ തന്നെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം എനിക്ക് തരുമെന്ന പ്രതീക്ഷയോടെ നാം വരണം. രണ്ടാമത് അവിടെ പറഞ്ഞേക്കുന്നത് നോട്ട് ഓൺലി ദി എൻറ്റോമെന്റ് ഫണ്ട് ബട്ട് ഓൾസോ ദി എൻറ്റൂമെന്റ്. അവർ നിന്റെ അടുത്ത ഭാഗം, അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടണം. നമ്മൾ ഇന്ന് നമ്മുടെ സഹോദരങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ നോക്കിയാൽ അവരുടെ മസിൽസ് ഉറപ്പിക്കാൻ, അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ശരിയാക്കാൻ, എക്സസൈസിന് വേണ്ടി അവർ ചെലവിടുന്ന സമയം, അവരെ ചിലവിടുന്ന പണം ഒക്കെ എത്രയോ വലുതാണെന്നറിയോ? അവരുടെ ചിന്ത ഈ പുറത്തെ മനുഷ്യനൊന്ന് ശരിയാക്കണമെന്നാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, പൗലോസിന്റെ പ്രാർത്ഥന പുറത്തെ മനുഷ്യന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യമല്ല, അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എത്ര നാളുകളായി
നാം വിശ്വാസത്തിലേക്ക് വന്നിട്ട്? എത്ര നാളുകൾ കൊണ്ട് നാം വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നു, എന്നാൽ നമ്മുടെ ആത്മീയ വളർച്ച എങ്ങനെയിരിക്കുന്നു? പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ആത്മീകരോടെന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഈർഷ്യയും പകയും പിണക്കവും ദ്വന്ദ്വപക്ഷവും ഒക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ നിങ്ങളെ എനിക്ക് ആത്മീയരായിട്ടല്ല, നിങ്ങളെ കേവലം ചെടിയരായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോഴും പാലാണ് വേണ്ടത്. കട്ടിയായ ആഹാരം നിങ്ങൾക്ക് അങ്ങോട്ട് പിടിക്കില്ല. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. എങ്ങനെയാ ബലപ്പെടുന്നത്? അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. അത് വ്യാപരിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ, ദൈവവചന ധ്യാനത്തിൽ, ദൈവിക കൂട്ടായ്മയിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ സമയം ചിലവഴിക്കാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മുടെ എൻറ്റോമെന്റും മാത്രമല്ല പറയുന്നത്, പിന്നെ പറയുന്നത് ദി എൻത്രോൺമെന്റ്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടതിന്, that Christ may dwell in your heart. പലപ്പോഴും ഓരോ വിശ്വാസികളെയും നമ്മൾ പരിശോധിക്കുമ്പം ബുധനാഴ്ച രാത്രി 2 മണിക്കൂർ, ശനിയാഴ്ച പ്രാർത്ഥന ഉണ്ടെങ്കിൽ 1.5 മണിക്കൂർ, സഭായോഗത്തിന് ഒരു 2 മണിക്കൂർ, ഇത്രയും കർത്താവിന് മാറ്റിവെച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മെ കണ്ട് ഒരു ഗസ്റ്റായിട്ട് വന്ന് അല്പസമയം അവിടെ ചെലവഴിച്ചിട്ട് പോകാനല്ല. ഇഫ് he came to dwell. അവൻ വന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചെങ്കിൽ അവിടെ അവൻ പാർക്കണം. He must be the president. He must be the resident of our heart. അവൻ നമ്മുടെ ഹൃദയത്തിൽ വാഴുമെങ്കിൽ, അവൻ നമ്മുടെ ഹൃദയത്തിൽ വാഴാൻ നാം അവസരം കൊടുക്കുമെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ, nothing will be out of his control. Everything will be under his control. ഊറ്റമായി അടിക്കും കൊടും കാറ്റിനെയും തമ്പുരാൻ തന്റെ തിരുവചനം കൊണ്ട് ഒതുക്കുമെങ്കിൽ, ഹല്ലേലൂയ, അവൻ ഒതുങ്ങാത്ത ഒന്നും ഉണ്ടായിരിക്കില്ല. അവൻ അടങ്ങാത്ത ഒരു കൊടുങ്കാറ്റും ഉണ്ടായിരിക്കില്ല. സകലത്തെയും നിയന്ത്രിക്കുന്ന രാജാവായിട്ട്, സകലത്തെയും ഭരിക്കുന്നവനായിട്ട്, സകലത്തെയും നയിക്കുന്നവനായിട്ട്, സകലത്തിൻ്റെയും അധികാരിയായിട്ട്, രാജാവായിട്ട്, കർത്താവായിട്ട് അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും. പിന്നെ പറയുന്നത് എന്താ നോക്കിയേ, സ്തോത്രം, എസ്റ്റാബ്ലിഷ്മെന്റ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ, സ്തോത്രം, അവിടെ എഴുതി ദാറ്റ് യു ബീങ് റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്. നിങ്ങൾ വേരൂന്നി അടിസ്ഥാനപ്പെടണം. വേരൂന്നി. പണ്ടൊക്കെ സഭായോഗങ്ങളിലൊക്കെ ഓരോ അമ്മച്ചിമാരുടെ ഒക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ തോന്നിപ്പോകും, ഏത് കൊച്ചു കാറ്റടിച്ചാലും ചറവറ ഒടിഞ്ഞ് താഴെ വീഴുന്ന ഉണങ്ങിയ മുരിങ്ങയാണോ ഈ അമ്മച്ചി എന്ന് തോന്നിപ്പോകും. എന്നാൽ നമ്മൾ വേരൂന്നിക്കഴിഞ്ഞാൽ, നാം പ്രാർത്ഥനയിൽ, ദൈവവചന ധ്യാനത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം മുന്നോട്ട് പോയിട്ട് ക്രിസ്തുവിൽ നാം വേരൂന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം എങ്ങനെയായിരിക്കും അറിയാമോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ മോളിലുള്ളതോ താഴെയുള്ളതോ ദൂതന്മാരോ ചെകുത്താന്മാരോ മരണമോ ജീവനോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവേശുവുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. അതാണ് വേരൂന്നുന്നത്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവപൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ലബനോനിലെ ദേവദാരുവിനെ പോലെ ഉറച്ചു നിൽക്കുന്ന വേരൂന്നിയ ഒരു അനുഭവം മാത്രം പോരാ, അടിസ്ഥാനപ്പെടണം. ദൈവവചനത്തിൽ നാം അടിസ്ഥാനപ്പെടണം. ദൈവകൃപയിൽ നാം ബലപ്പെടണം. ക്രിസ്തുവിൽ നാം അടിസ്ഥാനപ്പെടണം.
അതാണ് എസ്റ്റാബ്ലിഷ്മെന്റ്. വീണ്ടും ആ പ്രാർത്ഥനയ്ക്കകത്ത് ദി എൻലൈറ്റൻമെന്റ്. എന്താണ് എൻലൈറ്റ്മെന്റ്? ദാറ്റ് യു മേ ബി ഏബിൾ ടു കോംപ്രിഹെൻഡ് വിത്ത് ഓൾ ദ സെയിൻസ്. എല്ലാം ആർക്കും അറിയാൻ കഴിയാത്തത്, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയണം. അവന്റെ സ്നേഹത്തിന്റെ ആഴം, അവന്റെ സ്നേഹത്തിന്റെ വീതി, അവന്റെ സ്നേഹത്തിന്റെ നീളം, അവന്റെ സ്നേഹത്തിന്റെ ഉയരം, ഇതൊക്കെ നമ്മൾ അറിയണം. എത്രയോ വർഷങ്ങളായി നാം വിശ്വാസത്തിലേക്ക് വന്നിട്ട്, പക്ഷേ നമ്മുടെ സ്നേഹത്തിൽ അല്പം കൂടെ ഉയരൂന്നാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവസ്നേഹത്തിന്റെ ആഴം അല്പം കൂടെ ഗ്രഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു നോക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഭാരം നമ്മുടെ ഭാരമാക്കി മാറ്റി, അവരുടെ വേദന നമ്മുടെ വേദനയാക്കി മാറ്റി, അവരുടെ ഷൂസ് നാം ഒന്നിട്ട് നോക്കിയിട്ട് അവരോടൊരു എമ്പതി ഉള്ളവരായിട്ട്, അവരോടൊരു സിമ്പതി ഉള്ളവരായിട്ട്, അവരുമായിട്ടൊന്ന് ഇഴുകിച്ചേർന്നിട്ട് അവർക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവസ്നേഹത്തിന്റെ ആഴം കൂടും, ദൈവസ്നേഹത്തിന്റെ വീതി വർദ്ധിക്കും, ദൈവസ്നേഹത്തിന്റെ നീളം വർദ്ധിക്കും. അവന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും നാം ഗ്രഹിച്ചറിയണം. സ്തോത്രം, സ്തോത്രം. വീണ്ടും അവിടെ പറയുന്നത് സ്തോത്രം, നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമല്ല, നമ്മുടെ എൻലൈറ്റൻമെന്റ് മാത്രമല്ല, എൻലാർജ്മെന്റ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയം എത്രത്തോളം വലുതായിട്ടുണ്ട്? എത്രത്തോളം നമ്മുടെ ഹൃദയം വിശാലമായിട്ടുണ്ട്? ഹൃദയം എത്ര വിശാലമായാലും പൊട്ടിപ്പോകില്ല കേട്ടോ. ഈ കഞ്ചൂസിന്റെ ഹൃദയങ്ങളാ, ഈ ഇടുങ്ങിയ ഹൃദയങ്ങളാ പൊട്ടിപ്പോകുന്നേ. എന്നാൽ വിശാലമായ ഹൃദയം ഒന്നും പൊട്ടിപ്പോകില്ല. നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം വിശാലത വരാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സകല സമ്പൂർണതയും കൊണ്ട് നമുക്ക് നിറയാൻ കഴിയും. ദൈവത്തിന്റെ സകല സമ്പൂർണതയും എന്ന് പറഞ്ഞാൽ നാം യേശുവിനെ പോലാകാൻ കഴിയുമെന്ന്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സ്വർഗത്തിനും സ്വർഗാദി സ്വർഗങ്ങൾക്കും ഒതുക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സകല സമ്പൂർണതയും യേശു കർത്താവിന്റെ ശരീരത്തിൽ വസിച്ചെങ്കിൽ, പിതാവിനെ പോലെയാകുന്നത് പുത്രന് മതിയെങ്കിൽ, ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതിയെങ്കിൽ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം അവന്റെ നിക്ഷേപത്തിൽ എന്തെങ്കിലും ഇച്ചിരി നമുക്ക് തരാനല്ല. നമ്മുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്ന പോലെ നാമും ആ പൂർണ്ണതയിലേക്ക് നമ്മുടെ കർത്താവിനോ പോലെ ആയി മാറാൻ, അതാണ് നമ്മുടെ ആഗ്രഹം മുഴുവൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിക്കാൻ. അതിനാ പ്രാർത്ഥിക്കുന്നേ, അതിനാ ദൈവവചനം ധ്യാനിക്കുന്നേ, അതിനാ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത്, അതുകൊണ്ടാ ദൈവത്തെ ആരാധിക്കുന്നേ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അവനെപ്പോലായി മാറണം. അതിന് കഴിയാത്ത നാം ഓരോരുത്തരും പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കണം, പിന്നെയും പിന്നെയും വചനം ധ്യാനിക്കണം, പിന്നെയും പിന്നെയും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ സമയം ചിലവഴിക്കണം. കാരണം നമ്മുടെ പിതാവിന് നമ്മെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. അവന്റെ സകല സമ്പൂർണതയും നമുക്ക് പ്രാപിച്ചിട്ട്, സ്വർഗസ്ഥ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്ന പോലെ നമ്മളും ആ നിലയിലേക്ക് വളർന്നു വരാൻ, നാം ആത്മീകമായി വളരാൻ. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത് ഫിലിപ്പി ലേഖനത്തിലാണ്. 1-ാം അധ്യായത്തിൽ, ആ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ, വാട്ട് ഗോഡ് വാണ്ട്സ് us to be, നാം എങ്ങനെയുള്ള മനുഷ്യരായിരിക്കണം, നാം എങ്ങനെയുള്ള മനുഷ്യരായിരിക്കണം, നാം എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കേണ്ടത്. അതാണ് 3-ാമത്തെ പ്രാർത്ഥനയുടെ പൊരുള്. വായിച്ചു നോക്കൂ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. പരിജ്ഞാനത്തിൽ, വിവേകത്തിൽ നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരണം. 2,
നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരായിരിക്കണം, ഇടർച്ചയില്ലാത്തവരായിരിക്കണം. You must be a people with discerning power to know what is right and wrong. നന്മ ഏതാണെന്ന്, തിന്മ ഏതാണെന്ന്, നല്ലത് ഏതാണെന്ന്, ചീത്ത ഏതാണെന്ന്, ശരിയായത് ഏതാണ്, വ്യാജമായത് ഏതാണ്, ഇത് തിരിച്ചറിയാനുള്ള ഡിസേണിങ് പവർ നമുക്കുണ്ടാകണം. വി മസ്റ്റ് ബി പ്യുവർ വിതൗട്ട് എനി മിക്സ്ചർ ഓഫ് ഈവിൾ. ദുഷ്ടതയുടെ ഒരു കലർപ്പുമില്ലാത്ത നിർമ്മലരായിരിക്കണം. യു മേ ബി സിൻസിയർ. സ്തോത്രം. സിൻസിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സൺ ടെസ്റ്റഡ്. സൂര്യന്റെ പ്രകാശത്തിൽ വെച്ച് പണ്ടത്തെ കാലത്ത് അതേ പാത്രങ്ങൾ, കളിമണ്ണ് പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ എവിടെങ്കിലും ഒരു പൊട്ടലുണ്ടോ, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്ന് സൂര്യപ്രകാശത്തിൽ ശരിക്കും അവനെ നോക്കണം. നീതി സൂര്യന്റെ മുമ്പിൽ നാം നിന്നിട്ട് അവന്റെ നീതിക്കനുസരിച്ച്, അവന്റെ വിശുദ്ധിക്കനുസരിച്ച് നമ്മെ ശോധന ചെയ്തിട്ട് നാം പ്യൂവർ ആണെന്ന്, നാം സിൻസിയർ ആണെന്ന് നമ്മൾ തെളിയിക്കണം. സ്തോത്രം. ബ്ലെയിംലെസ്സായിരിക്കണം. നമ്മളെ തട്ടി ഒരുത്തരും വീഴരുത്. നാം ആർക്കും ഇടർച്ച വരുത്തരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ആർക്കും ഇടർച്ച വരുത്തുന്നവരായിരിക്കരുത്. ആരെങ്കിലും നമ്മുടെ തോളെ കയറി അങ്ങ് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് കുനിഞ്ഞു കൊടുക്കാൻ നീ തയ്യാറാകണം. You should never ever be a stumbling block to anyone, but you have to be a stepping stone to everyone. ക്രിസ്തുവിന്റെ നാള്, അതാണ് നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിന്റെ നാളിലേക്ക് നമ്മൾ നിർമ്മലരായി, ഇടർച്ചയില്ലാത്തവരായി, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവരായി, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നിറഞ്ഞവരായി നാം മാറണം. അതാണ് മൂന്നാമത്തെ. നാം എങ്ങനെയുള്ളവരായിരിക്കണം? നാലാമത്തെ പ്രാർത്ഥന കൊലോസ്യ ലേഖനം 1:10 മുതൽ 13 വരെ വാക്യങ്ങളിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് വാട്ട് ഗോഡ് വാണ്ട്സ് us to do. നമ്മൾ എന്നാ ചെയ്യണം? പ്രാർത്ഥന നല്ലതാ, ആരാധന നല്ലതാ, ദൈവവുമായിട്ട് ദൈവസന്നി തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് ഇരിക്കുന്നത് നല്ലതാ. പക്ഷെ അതല്ല ഇവിടെ പൗലോസ് പറയുന്നേ. നാം എന്നാ ചെയ്യണം? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം, വിളിക്ക് യോഗ്യമാവണ്ണം, വെളിച്ചത്തുള്ളവരായി, ജ്ഞാനികളായി കർത്താവ് നടന്നതുപോലെ നടക്കണം. സ്തോത്രം. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപരായ പുത്രന്റെ രാജ്യത്തിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിൽ പങ്കുതന്ന നമ്മുടെ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം നാം. സ്തോത്രം. സ്തോത്രം. സ്തോത്രം ജാക്കി വെച്ച് സ്തോത്രം പോടയ്യ വിശ്വസിക്കുന്നവരൊക്കെ പോടയ്യ, ഇങ്ങനെ പോടിക്കുന്ന അല്ല സ്തോത്രം. നമ്മെ ദൈവം വിടുവിച്ച വിടുതലിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അവന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരായി നമ്മൾ മാറണം. പാസ്റ്ററേ, ഇങ്ങനൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാ, ജീവിക്കാൻ പറ്റുമോ? ഇതാ പലരുടെയും ചോദ്യം. നമ്മുടെ കഴിവുകൊണ്ട് പറ്റില്ല. എന്നാൽ ഇവിടെ എങ്ങനെ അതിന് പറ്റും എന്നാണ് ഈ പ്രാർത്ഥനകളുടെ എല്ലാം കൂടെ ഫിറ്റിംഗ് കൺക്ലൂഷനായി അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ ഡോക്സോളജി വിവരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ അതെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ
സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആമേൻ, ആമേൻ. നമ്മുടെ കഴിവിൽ പറ്റില്ല, നമ്മുടെ കഴിവിൽ പറ്റില്ല. എന്നാൽ നമ്മെ പ്രാപ്തരാക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. നമ്മെ പ്രാപ്തരാക്കാൻ, നമ്മെ സജ്ജരാക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആ ആത്മശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമുക്കതിന് കഴിയും. ഈ പ്രിസൺ എപ്പിസൽസിൽ, കാരാഗൃഹ ലേഖനത്തിൽ പൗലോസ് വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മെ എന്തറിയണം? അവന്റെ ആത്മാവിന് നമുക്ക് കിട്ടുമ്പോൾ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുമ്പോൾ അത് നമ്മൾ അറിയും. ആമേൻ. നമ്മൾ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ നമുക്ക് എന്തോ വേണം, അതൊക്കെ പിതാവ് നമുക്ക് തരും. ആ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരായിരിക്കണമോ ആ വിധത്തിൽ നടക്കാൻ, ആയിരിക്കാൻ, ജീവിക്കാൻ നാം പ്രാപ്തരാകും. ആത്മശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ നാം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ നമുക്ക് കഴിയും. ഇവിടെ നോക്കൂ, നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ഞാൻ സാധാരണ പറയും, നമ്മുടെ ദൈവം ആപ്പയോ ഉപ്പയോ ഒന്നും അല്ല. നമ്മുടെ നാട്ടിലെ ചങ്കായൂഴി ദൈവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനല്ല. നമ്മുടെ ദൈവം അവൻ ആരാ? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അവന്റെ അത്യന്തമായ ശക്തി, അവന്റെ സർവശക്തി പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വേദപുസ്തകം മൊത്തമായി പഠിച്ചാൽ 4 വിധത്തിലാണ് ദൈവശക്തി വെളിപ്പെട്ടിട്ടുള്ളത്. ഗോഡ്സ് പവർ ഈസ് സീൻ ഇൻ ക്രിയേഷൻ. ഈ ഭൂമിയിലേക്ക് നോക്ക്, ഈ അഖിലാണ്ടത്തിലേക്ക് നോക്ക്. ഇതാരുണ്ടാക്കിയതാ? ഇതാരുടെ ശക്തിയാ? സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു. ആർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത്. ദൈവം എല്ലാവർക്കും ഈ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബൃഹത്തായ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവൻ അവൻ ആരാണെന്ന് ഏതൊരു സൃഷ്ടിക്കും മനസ്സിലാക്കാൻ കഴിയണം. അവന്റെ ശക്തി എത്ര വലുതാ! ഈ സൃഷ്ടിയുടെ ഏറ്റവും ചെറിയ മോളിക്യൂള് ആറ്റം, ഒരു സൂര്യയുടെ മൊനയിൽ എത്രയോ ആറ്റമുണ്ട്. അതിൽ ഒരാറ്റം എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ശക്തി മനുഷ്യന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ആറ്റമിക് പവർ അതത്ര ഭയങ്കര. ഈ സർവസൃഷ്ടിയിലും ഏറ്റവും ചെറിയ ഒരു മോളിക്യൂള്, ഒരാറ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശക്തി ഇത്ര ഭയാനകമാണെങ്കിൽ തൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും ഉണ്ടാക്കി, തൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തന്റെ ശക്തി അതത്ര ഭയങ്കര. അതനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും. സ്തോത്രം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. അതാണ് കൺക്ലൂഷൻ. ഈ അഖിലാണ്ടത്തെ തൻ്റെ ഭുജം കൊണ്ട്, തൻ്റെ വാക്കുകൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ അവന് കഴിയാത്ത എന്തോ ഉള്ളത്? നിനക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്നല്ലേ കർത്താവിന്റെ ചോദ്യം. 2, ഗോഡ്സ് പവർ ഈസ് സീൻ ഇൻ ഹിസ് ജഡ്ജ്മെന്റ്. അവന്റെ ന്യായവിധികൾ അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നു. ജനത്തിന്റെ ദുഷ്ടത വലുതായപ്പോൾ ദൈവമയച്ച ജലപ്രളയം, ബാബിലോൺ അഹങ്കരിച്ചപ്പോൾ
അവന്റെ ഭാഷ കലക്കിക്കളഞ്ഞ ദൈവത്തിന്റെ ശക്തി, ദൈവജനത്തെ അടിമകളാക്കി ദൈവശബ്ദത്തിന് കീഴ്പ്പെടാതെ പോയ സ്തോത്രം ഫറവോന്റെയും ഈജിപ്തിന്റെയും മേൽ ദൈവം അയച്ച ബാധകളാൽ വെളിപ്പെട്ട ശക്തി, സ്തോത്രം അവന്റെ ന്യായവിധികൾ അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന God's power is seen in his converting sinners. ഏറ്റവും എക്സിബിറ്റ് നമ്പർ 1 ആണ് പൗലോസ്. ഉപദ്രവിയായി, നിഷ്ഠൂരനായി, കുലപാതകനായി ദൈവജനത്തെ മുടിക്കാൻ പോയവൻ ദൈവശക്തിയുടെ മുമ്പിൽ നിലത്തു വീണ് നിലവിളിച്ചു, കർത്താവേ, ഞാൻ എന്നെ ചെയ്യണം, റിസർവേഷൻ ഒന്നുമില്ല, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യുവാൻ എന്നെയും എൻ്റെ ജീവിതത്തെയും സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ച ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി കൊണ്ടാണ് അകൃത്യത്തിലും പാപത്തിലും മരിച്ചു കിടന്ന നമ്മെ ദൈവം ഉയർപ്പിച്ച് പുതിയ സൃഷ്ടികളാക്കിയത്. അതിലവന്റെ ശക്തി വ്യക്തമല്ലേ? സ്തോത്രം, സ്തോത്രം. God's power is seen in his working when we are unable to do anything. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ, നാം നിസ്സഹായരായി, ഒരു വഴിയും കാണാതെ, ഒരു മാർഗവുമില്ലാതെ നാം പകച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പെട്ടെന്നുള്ള ഇടപാടിൽ എത്രയോ സന്ദർഭങ്ങളിൽ നാം അവന്റെ ശക്തി രുചിച്ചറിഞ്ഞതാ അല്ലേ? സ്തോത്രം. അവന്റെ ശക്തി എത്ര ഭയങ്കരമാണെന്ന് നാം അനുഭവിച്ചറിഞ്ഞവരല്ലേ? മുന്നോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിവില്ലാതെ, മുൻപിൽ ചെങ്കടൽ, പുറകിൽ ശത്രു സൈന്യം, ഇരുവശങ്ങളിലും തടസ്സങ്ങളായ പർവ്വതങ്ങൾ, മരുഭൂമി, അതിൻ്റെ നടുവിലും പാതയൊരുക്കുന്നൊരു ദൈവം, വഴിയില്ലാത്തടുത്ത് വഴിയൊരുക്കുന്നൊരു ദൈവം, മരുഭൂമിയിൽ ആമേൻ അവന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ, അവന്റെ ക്ലൗഡിന്റെ കീഴിൽ, the cloud of his protection, the cloud of his provision, the cloud of his promise, the cloud of his presence, ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ നടത്തിയ വഴികൾ എത്ര വലുതാണല്ലേ? സ്തോത്രം. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൂതൻ ചോദിക്കുന്നത് 99 വയസ്സ് കഴിഞ്ഞ വലിയപ്പനോടും 89 വയസ്സ് കഴിഞ്ഞ വല്യമ്മയോടും, ശരീരം നിർജീവമാണെന്ന്, ഗർഭപാത്രം നിർജീവമാണെന്ന് ഗ്രഹിച്ചവരോടുമാണ്. എന്നാൽ കർത്താവ് പറയാണ്, സ്തോത്രം, ഒരാണ്ട് കഴിഞ്ഞ് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്കൊരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അതുപോലെ നിവർത്തിക്കാൻ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും, 25 അല്ല 250 വർഷം കഴിഞ്ഞാലും നിവർത്തിക്കുന്ന ഒരു ദൈവം, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവം. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവം സർവശക്തനാ. അവന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവൻ കഴിവുള്ള ദൈവ. ആമേൻ. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ കഴിയുന്നവൻ, നിന്നിൽ സകല കൃപാവരങ്ങളും പെരുക്കാൻ കഴിയുന്നവൻ, വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ നിന്നെ സന്തോഷത്തോടെ നിർത്താൻ കഴിയുന്നവൻ, ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നൊരു ദൈവം. നമ്മുടെ ദൈവം കഴിവുള്ള ദൈവ. സ്തോത്രം. പ്രോമിസ് മെയ്ഡ് ആൻഡ് പ്രോമിസ് കെപ്റ്റ്. അവൻ ഏതെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രവചനം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചിരിക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര അനുഭവങ്ങൾ. കേവലം 14 വയസ്സുള്ളപ്പോൾ വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട്, സ്നാനപ്പെട്ടത് കൊണ്ട് കേവലക്കര വൈദ്യ കുടുംബത്തിന് പേര് ദോഷമുണ്ടാക്കി എന്ന് പറഞ്ഞ് എൻ്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിന് പുറത്താക്കുമ്പോൾ, ഈ ചേർത്തിയ മുറ്റത്ത് ഇനി നീ കയറിപ്പോകരുത്
എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കുമ്പോൾ നീ തെണ്ടി ഇതിലെ വന്നാൽ 10 പൈസ നിന്റെ പിച്ചപ്പാളക്കകത്ത് ഇടില്ലെന്ന് പറഞ്ഞ് കേവലം 14 വയസ്സ് തികയാത്ത ഒരു കൊച്ചു പയ്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴ് സ്തോത്രം, ധൈര്യത്തോടെ പോകാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ദൈവം വിശ്വസ്തനാണെന്നും അവൻ മതിയായവനാണെന്നും അതിൻ്റെ ഇടയിൽ ദൈവം എനിക്ക് ബോധ്യം വരുത്തിയത് കൊണ്ടാണ്. അവൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുഴുവൻ അക്ഷരപ്രകാരം നിറവേറുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞവനാ. സ്തോത്രം. ഇനി ഒറ്റ കാര്യം എനിക്ക് കാണാനുള്ളൂ, അത് കാണുമെന്ന് എനിക്ക് ഉറപ്പാ. സ്തോത്രം. 1967 ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത മുഖത്തൊക്കെ മസൂരിക്കുത്തു വന്ന് നല്ല കറുത്ത മുഖമുള്ള നല്ല ഒതളങ്ങ പോലെ കണ്ണുള്ള ഒരു ദൈവമനുഷ്യൻ, ഒരു ശക്തനായ പ്രവാചകൻ ആയുസ്സിൽ ആദ്യം കാണുകയാ. അദ്ദേഹം എന്നോട് പ്രവചിച്ചു, ഞാൻ നിന്നെ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ടാ ഈ തലമുറയിൽ കണ്ടിരിക്കുന്നേ. എന്നാൽ നിന്റെ ആയുസ് മുഴുവൻ ഞാൻ നിന്നെ എൻ്റെ ദാസന്മാരെ പഠിപ്പിക്കാൻ ഒരു ഉപദേഷ്ടാവായിട്ട് ഉപയോഗിക്കും. അന്യദേശത്ത് സ്വഭാഷക്കാരുടെ ഇടയിൽ നിനക്ക് അല്പകാലത്തേക്കൊരു ഇടയ ശുശ്രൂഷയുണ്ട്. അത് നിനക്ക് ഇഷ്ടമല്ല. എന്നാൽ ഞാൻ നിന്നെ കുരുക്കി അതിനകത്തിട്ട് ചിലത് നിന്നെ പഠിപ്പിക്കും. ഞാൻ പറയുന്ന ദിവസം നീ അത് വിട്ട് പുറത്തിറങ്ങി വന്നാൽ ലോകത്തിൻ്റെ അറുതി വരെ ഞാൻ നിന്നെ കൊണ്ടുപോയി എൻ്റെ സാക്ഷിയാക്കും. കുറിച്ചിട്ടുള്ളുക. ഇത് നിന്റെ ശുശ്രൂഷയുടെ ഔട്ട്ലൈൻ. 67 പറഞ്ഞ ആ വാക്കുകൾ അക്ഷരപ്രകാരം നിറവേറ്റപ്പെട്ടു. 68 മുതൽ ഇതുവരെ ഞാൻ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കാൻ, ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് ദൈവം ഇടയാക്കി. ഭൂമിയുടെ അറുതി വരെ എന്ന് പറയുമ്പോൾ അക്ഷരപ്രകാരം അവിടം വരെ പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. 73 തൊട്ട് ഇതുവരെ അനേക ദൈവദാസന്മാരെ പഠിപ്പിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. 92 മുതൽ 97 വരെ ദൈവനെ കുരുക്കി ഒരു സഭയ്ക്കകത്ത് സഭാ ശുശ്രൂഷകനാക്കി ഒത്തിരി പഠിപ്പിച്ചു. ഇന്ന് ലോകത്തിൽ അനേക പെന്തക്കോസ്ത് സെമിനാരികളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റായിട്ടുള്ള പാസ്റ്റർ ത്രിയോളയുടെ ടെക്സ്റ്റ് എഴുതാൻ അതുകൊണ്ട് എനിക്കിടയായി. സ്തോത്രം, സ്തോത്രം. എൻ്റെ ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും എനിക്ക് നിറവേറ്റിയിട്ടുണ്ട്. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരു കാര്യം കൂടി നിറവേറാനുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ തലമുറയിൽ എൻ്റെ യേശു വരുമെന്ന് ഞാൻ ലോകത്തിൻ്റെ അറുതി വരെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ 2018 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് നിലകൊള്ളുന്ന സ്തോത്രം ടെമ്പിൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൻ്റെ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ ഞാൻ കിടക്കുമ്പോൾ ചെകുത്താൻ എൻ്റെ തോളെ വന്നിരുന്ന് എൻ്റെ ചെവി കടിച്ചു പറിച്ച് എന്നോട് ചോദിച്ചു, ലോകം മുഴുവൻ നിന്റെ തലമുറയിൽ കർത്താവ് വരുന്ന നീ പ്രസംഗിച്ചില്ലേ, പക്ഷേ നിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവുക, ഇനി നീ അവിടുന്ന് പുറത്തു വരില്ല. എന്നോട് അങ്ങനെ അവൻ എന്നെ വെല്ലുവിളിക്കുമ്പോൾ എനിക്കുള്ള മൊഴി ശക്തി എടുത്തിട്ട് ആ നൂട്ട ചെകുത്താൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, യു ഡർട്ടി ഡെവിൾ, യു ആർ നോട്ട് ഗോയിങ് ടു ഡിറ്റർമിൻ മൈ ഡെസ്റ്റിനി. ഇറ്റ് ഈസ് ഓൾറെഡി ഡെസ്റ്റിൻഡ് ബൈ മൈ ലോർഡ് ഹു ക്രഷ്ഡ് യുവർ ഹെഡ് and made it a ചമ്മന്തി. Praise the Lord. എൻ്റെ ഭാവി അവൻ്റെ കരത്തിലല്ല. എൻ്റെ ഭാവി നിർണയിക്കുന്നത് ദുഷ്ടപിശാചിന്റെ തല ചതച്ച് അവൻ്റെ ആയുധവർഗം പിടിച്ചു താഴ്ത്തി
മരണഭീതിക്ക് അടിമകളായിരുന്നവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലാണ്. അന്ന് അത്ഭുതകരമായി ദൈവപ്രവൃത്തി കണ്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കേവലം 7 ദിവസത്തിനുള്ളിൽ, സാധാരണ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ലങ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആർക്കും 7 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകാൻ ഒക്കില്ല. എന്നാൽ 7 ദിവസം കഴിഞ്ഞപ്പം 8 ഡോക്ടർമാരടങ്ങുന്ന സംഘം വന്ന് എന്നോട് പറഞ്ഞു, നൗ യു ആർ ഫ്രീ ടു ഗോ ഹോം, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷെ അവരെന്നോട് ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ചില നിർദ്ദേശം തരാറുണ്ട്. പാസ്റ്റർ, forget about your preaching. You are not supposed to preach anymore. ഞാൻ ചിരിച്ചോണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളോട് പ്രസംഗിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. 8 പേര് നിന്നു. 8 പേരോട് ഞാൻ 25 മിനിറ്റ് പ്രസംഗിച്ചു ദൈവപ്രവൃത്തിയെക്കുറിച്ച്. ഇന്ന് വരെ പ്രസംഗിക്കുന്നു. എന്നാൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ഈ തലമുറ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന തലമുറയാണ്. ഞാൻ 58 വർഷം പ്രസംഗിച്ചത് നിവർത്തിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ തലമുറയിൽ എൻ്റെ യേശു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു 100%. ദൈവം ശക്തനാ, ദൈവം മതിയായവനാ. സ്തോത്രം. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ സമയം പാസ്റ്ററെ ബെൻസൺ പാസ്റ്ററെ, എൻ്റെ ടൈം അങ്ങോട്ട് കൃത്യമായിട്ട് നോക്കാൻ എനിക്ക് പറ്റിയില്ല. എത്ര മിനിറ്റ് ഉണ്ടെന്നൊന്ന് പറയും. സമയമായി ആയി. ഓക്കെ, ഞാനൊരു 2-3 മിനിറ്റ് കൊണ്ട് എടുത്തോട്ടെ. ഗുഡ്. എൻ്റെ എൻ്റെ 58 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഗ്രഹിച്ച, ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഒന്ന്, എൻ്റെ യേശു കർത്താവിന് സ്നേഹിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല, ദൈവം കണ്ടിട്ടില്ല, കർത്താവ് കണ്ടിട്ടില്ല. മുടിയം പുത്രനെ സ്നേഹിച്ച കർത്താവ് ഒരപ്പനെ പോലെ ഓടിച്ചെന്ന് സകലതും നശിപ്പിച്ച് മുടിച്ച ആ മുടിയനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പുത്രത്വത്തിൻ്റെ മേലങ്കയും അവകാശത്തിൻ്റെ ചെരുപ്പും, സ്തോത്രം, അധികാരത്തിൻ്റെ മോതിരവും, കൂട്ടായ്മയുടെ ആമേൻ ആ മനോഹര ടീബോൺ സ്റ്റേക്ക് കൊണ്ടുള്ള ആ മനോഹര ഫെലോഷിപ്പും നൽകിയ കർത്താവിന് സ്നേഹിക്കാൻ കഴിയാത്ത ഒരൊറ്റ വ്യക്തി ജീവിതവും ഇല്ല. കം ജസ്റ്റ് ആസ് യു ആർ, ഹി വിൽ റിസീവ് യു. സ്വന്തം പുത്രനിൽ, പ്രിയനായവനിൽ നിന്നെ പൈതലായി സ്വീകരിക്കും. നമ്പർ 2, he has never ever seen a situation that he cannot change. അവനെ ഒരിക്കൽ പോലും അവന് വ്യത്യാസപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യവും കണ്ടിട്ടില്ല. കാനാവിലെ കല്യാണ ഭവനത്തിലും ആമേൻ 4-ാമത്തിൽ അവൻ തണ്ട് വലിച്ചു വരഞ്ഞ് അക്കരെ പറ്റാൻ കഴിയാതെ നിലവിളിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലും, സ്തോത്രം, പേടിച്ചു വരണ്ട് കഥകടച്ച് അകത്തിരിക്കുന്ന ശിഷ്യഗണത്തിന് നടുവിലുമൊക്കെ ചെന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവൻ നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉത്തരവരുന്നൊരു കർത്താവിന് നിന്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമില്ല. 3, അവന് രക്ഷിക്കാൻ കഴിയാത്ത ഒറ്റ പാപിയുമില്ല. പട്ടണത്തിലേക്കും പാപിനിയായ സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ട് വരുമ്പോൾ അവൾ ഭയന്ന് വിറച്ച് മരണഭീതിയോടെ വന്നു. എന്നാൽ യേശുവിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയപ്പോൾ അവളെ കുറ്റം വിധിച്ചവർ മനസാക്ഷിയുടെ കുറ്റനിമിത്തം അകന്നു പോയപ്പോൾ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് മകളെ എന്ന് വിളിച്ച് സമാധാനത്തോടെ അവളെ അയച്ചു എന്ന് മാത്രമല്ല, ഇനി പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണുള്ള ബലം അവൾക്ക് നൽകി വിട്ട കർത്താവിന് നിന്നെ സ്വീകരിക്കാൻ, നിന്നെ വ്യത്യാസപ്പെടുത്താൻ, നിന്നെ വിശുദ്ധയാക്കാൻ, നിന്നെ വിശുദ്ധനാക്കാൻ അവന് കഴിയും. 4, അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരൊറ്റ രോഗിയെയും ഇതുവരെ അവൻ കണ്ടിട്ടില്ല. മരിച്ചുപോയി എന്ന് സോഷ്യൽ മീഡിയയിൽ ആമേൻ
പരസ്യം ചെയ്യപ്പെട്ടവനാണ് ഇന്ന് രാത്രി നിങ്ങളോട് വചനം പ്രസംഗിക്കുന്നത്. ഇനി മേലാൽ പ്രസംഗിക്കരുത്, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഇനി ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ 8 ഡോക്ടർമാരുടെ വിധിയെഴുത്തിനെ മറികടന്നിട്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. സ്തോത്രം, ആമേൻ. കുഷ്ഠരോഗി ഓടി വന്ന് നിലവിളിച്ചപ്പോൾ അവന്റെ കുഷ്ഠരോഗം മാറ്റിയവൻ. ഹല്ലേലൂയ. ശതാധിപന്റെ അതേ അപേക്ഷ കേട്ട് അവന്റെ വീട്ടിൽ അവന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കിയവൻ. ഹല്ലേലൂയ. പത്രോസിന്റെ അമ്മാവിയമ്മയെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ കഠിന ജ്വരത്തിൽ നിന്ന് അവളെ വിടുവിച്ചവൾ. വൈകുന്നേരമായപ്പോൾ സകലവിധ വ്യാധിക്കാരും അവന്റെ അടുക്കൽ വന്നു. അവരെയൊക്കെ വചനം കൊണ്ട് സൗഖ്യമാക്കിയവൻ. ഇന്ന് രാത്രി അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു ജീവിതവുമില്ല. സ്തോത്രം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യാൻ നമ്മിൽ ബലത്തോടെ വ്യാപരിക്കുന്ന തൻ്റെ ആത്മാവിനാൽ കഴിയുന്നൊരു ദൈവം ഈ രാത്രി നമ്മെ സഹായിപ്പാൻ, നമ്മെ വിടുവിക്കാൻ കഴിയുന്നൊരു ദൈവം നമ്മുടെ ചോദ്യങ്ങൾക്കപ്പുറത്ത്, നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം ഈ രാത്രി ഈ വചനം കേട്ട എല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. അനേകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് അനേകായിരങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടും ഇന്ന് രാത്രി വചനം സംസാരിപ്പാൻ അവസരം തന്ന പ്രിയപ്പെട്ടവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.